യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇന്നത്തെ ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കാം. 57-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെയും 19-ാമത്തെയും വാക്യം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 57-ാം അധ്യായം വളരെ ശ്രദ്ധേയമായൊരു അധ്യായമാണ്. നീണ്ട മണിക്കൂറുകൾ പഠിച്ചാലും ധ്യാനിച്ചാലും തീരാത്ത സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയ സാഹചര്യത്തിലാണ് ദൈവം ഈ സന്ദേശം പറയുന്നത്. ഇന്ന് സണ്ണി പാസ്റ്റർ പറഞ്ഞ ദൂതുമായിട്ട് വളരെ അടുത്തു വരുന്നൊരു സന്ദേശമാണ് ഇതിനകത്ത് നിങ്ങളോട് പറയാനുള്ളത്. സ്തോത്രം. അത് മനസ്സിലാകണമെങ്കിൽ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കണം. 17-ാമത്തെ വാക്യം. അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യ നിമിത്തം ഞാൻ കോപിച്ചു. ദൈവം പറയുകയാണ്, അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യ നിമിത്തം ഞാൻ കോപിച്ചു. ദൈവത്തിന്റെ ജനത്തിന് എന്തോ ഉണ്ടായി? അത്യാഗ്രഹം. അടുത്തിരിക്കുന്ന ആളെ നോക്കി അത്യാഗ്രഹം ഉണ്ടാകില്ലെന്ന് പറ. ആഗ്രഹം ഉണ്ടായിക്കോ, പക്ഷെ ഒത്തിരി അത്യാഗ്രഹം ഉണ്ടാകരുത്. ഈ ശലോമോന് സദൃശ്യവാക്യം ചമച്ചപ്പോൾ അത്യാഗ്രഹിയെക്കുറിച്ച് 2 വാക്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചെന്ന് വായിച്ചാലും മതി കേട്ടോ, ഞാനങ്ങ് പറഞ്ഞു കേൾപ്പിക്കാം. ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു, ചിലർ നിത്യം എന്ത് ചെയ്യുക? സ്തോത്രം. സദൃശ്യവാക്യം 21-26 അടുത്തത് സദൃശ്യവാക്യം 28-25. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു. അത്യാഗ്രഹമുള്ളവൻ എന്ത് ചെയ്യും? എല്ലാവരും വഴക്കുണ്ടാകും. പൈസ തന്നില്ല, അവരെന്നെ വീട്ടിൽ വിളിച്ച് യോഗത്തിന്, പാസ്റ്റർമാരും ഉണ്ട് കേട്ടോ, സ്തോത്രം, അവരെന്നെ യോഗത്തിന് വിളിച്ചിട്ട് എനിക്ക് സ്വത്രാഴ്ച തന്നു, അങ്ങനെയൊന്നും വഴക്കുണ്ടാക്കരുത്. അതൊക്കെ അത്യാഗ്രഹികൾ എന്തോ ചെയ്യുന്ന വഴക്കുണ്ട്. ഞാനല്ല പറഞ്ഞ, ശലോമോനാ പറഞ്ഞ്. അത്യാഗ്രഹി എന്തു ചെയ്യും? വഴക്കുണ്ടാക്കും. അങ്ങനെ നമുക്കാർക്കും ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷെ ഒത്തിരി അത്യാഗ്രഹം പാടില്ല. സ്തോത്രം. കാരണം ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, 2 ലക്ഷം രൂപ ബാങ്കിലുള്ള ആളും, സ്തോത്രം, 100 കോടി രൂപ ബാങ്കിലുള്ള ആളും മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. കൊണ്ടുപോകും. ഒന്നുമില്ലാത്തവനായിട്ട് വന്ന് ഒന്നുമില്ലാത്തവരായിട്ട് പോകുന്നത് ആ ജീവിതം. അപ്പോൾ ഇവർക്ക് ഞാൻ അവിടെ അത്യാഗ്രഹം എന്ന പദത്തിൽ നിൽക്കുന്നില്ല. അത്യാഗ്രഹം ഉണ്ടായപ്പോൾ സംഭവിച്ചത് അവിടെ എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. അത്യാഗ്രഹത്തിന്റെ അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യ നിമിത്തം ഞാൻ കോപിച്ചു. ദൈവം കോപിച്ചു. ആരോട്? ദൈവത്തിന്റെ ജനത്തോട്. ആര് കോപിച്ചു? ദൈവം കോപിച്ചു. അവരെ അടിച്ചു. ഈ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പം ചിലർ ചോദിക്കുകയാണ്, പാസ്റ്റർ ഇത് പിശാചിന്റെ ബന്ധനമാണോ ദൈവകോപമാണോ? എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചു, ദൈവകോപം ചോദിക്കാൻ കാര്യം എന്നാ? അല്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ദൈവം കോപിക്കുമല്ലോ. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുക, കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യരുത്. ചെയ്താൽ വലിയ പ്രശ്നമാണ്.